എന്താ ഇത്? നീ എന്താ എന്നെ കൊല്ലാൻ നോക്കുവാണോ? എന്താ രാഹുലേട്ടാ? നീ എന്താ ആളെ കളിയാക്കുവാ? എന്താ ഇതിൽ കലക്കിയിരിക്കുന്നേ? ചായ അല്ലേ ഇത്? അതിൽ എന്ത് കളിക്കുന്ന? പ്രതികാരം തീർക്കാനുള്ള വഴിയായിരിക്കും അല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രാഹുലേട്ടാ. പിന്നെ എന്തിനാണ് ഈ ചായയിൽ ഉപ്പ് കലക്കിയത്? ഉപ്പോ? അല്ല, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നാശം പിടിക്കാനായിട്ട് നീ എന്ന് ഈ വീട്ടിലോട്ട് കയറി വന്നു അന്ന് തുടങ്ങിയത് എന്റെ സമാധാനക്കേട്. എന്താ രാഹുൽ ഇത്? ഒരുത്തി എനിക്ക് ഉപ്പ് കലക്കി ചായ എടുത്തോണ്ട് വന്നിരിക്കുന്നു. അയ്യോ, ഇതിൽ ഉപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്റെ മകൻ നുണ പറഞ്ഞെന്നാണോ? നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയതും പോരാഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടിയാണോ നീ നോക്കുന്നത്? അങ്ങനെയൊന്നും പറയില്ല അമ്മേ. രാഹുലേട്ടൻ എന്റെ ജീവനാ. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞതാ എന്നെ അമ്മയെന്ന് വിളിക്കരുതെന്ന്. പിന്നെ നീ എന്തിനാ അത് ചെയ്യുന്നത്? അമ്മ അത് സത്യം പറ, നീ എന്തിനാ രാഹുലിന് ഉപ്പ് കലർത്തി ചായ കൊടുത്തത്? എന്നോടുള്ള പക തീർത്തതാ ഇവള്. കല്യാണം കഴിച്ച് കൂടെ കൂടി എന്നെ ഉപദ്രവിക്കുകയാണ് ഇവളുടെ ലക്ഷ്യം. അതെ, അതിനുവേണ്ടി അമ്മയും മോളും കൂടി പോലീസിനെയും കൂട്ടി നിശ്ചയം നടക്കുന്നിടത്തേക്ക് വന്നത് അല്ലേ? ഇനി നിനക്ക് എന്താ വേണ്ടത്? എന്റെ മകന്റെ ശവം കാണണോ? അതിനിവള് ജീവനോടുണ്ടെങ്കിലല്ലേ. അതിനു മുമ്പ് ഇവളെ ഞാൻ കൊല്ലും. എന്ത് രാഹുലേട്ടാ, എന്തിനാ രാജി ഉപദ്രവിക്കുന്നേ? അതിന് എന്ത് തെറ്റ് രാജി ചെയ്ത്? എന്റെ മകന് കുടിക്കാൻ കൊടുത്ത ചായയിൽ ഉപ്പ് കലർത്തി കൊടുത്തു, അത് തെറ്റല്ലേ? രാജി അങ്ങനെയൊന്നും ചെയ്യില്ല. ഓ, അപ്പൊ ഞാൻ പറയുന്നത് നുണ അല്ലേ? ഇവള് സപ്പോർട്ട് ചെയ്യും, കാരണം ഇവളും കൂടി കൂടിയല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഈ കള്ളിക്ക് എല്ലാം സപ്പോർട്ട് ചെയ്തു കൊടുത്തത് ഇവളാ. ആന്റിയുടെ മോൻ രാജയോട് ചെയ്ത തെറ്ററിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കണായിരുന്നോ? പിന്നെ ചായയിൽ ഉപ്പ് കലർത്തിയത് രാജിയല്ല. അതാരാണെന്ന് ഞാൻ കാണിക്കാം. അതാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ രാജയോട് ചെയ്തൊക്കെ ആ ആളോടും ചെയ്യോ? നിനക്കെന്താ വട്ടാണോ? ആർക്കാ വട്ടെന്ന് നേരിൽ കണ്ടോ? ദാ എനിക്കെങ്ങനെ ആരാ ചായയിൽ ഉപ്പ് കലർത്തിയതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയെന്താ, നിങ്ങക്ക് അവരെ പോയി തല്ലണോ? എങ്കിൽ പോയി തല്ല്. ഹൈമവതി ആന്റി ഇത് ചെയ്തത് നിങ്ങളുടെ അറിവോടെ തന്നെ ആയിരിക്കും.